ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. 49 നമ്മൾ ധ്യാനിക്കുന്ന വിഷയം. തിരുവചനം ഇങ്ങനെ 49 അധ്യായത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം 5-ാം വാക്യം പറയും, എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിച്ചു. അങ്ങനെ വാക്യം ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. യെശയ്യാ 49:5. കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ. നമ്മളെ ദൈവത്തിന് റെസ്പെക്റ്റ് ഉണ്ട് നമ്മളോട്. ദൈവത്തിന് നമ്മളോടൊരു ആദരവുണ്ടെന്ന് അല്ലേ. അധ്യാപകരിരിപ്പുണ്ട് ഈ കൂട്ടത്തിൽ, നന്നായിട്ട് പഠിക്കുന്ന. ഇന്നൊരു കൊച്ചു എൻ്റെ അടുത്ത് വന്നു, നീറ്റിന് 700 മാർക്ക് അവന് കിട്ടിയേക്കുന്നത്. ചേർത്തലേന്ന് വന്നതാ. 720 എനിക്ക് 700 മാർക്ക് കിട്ടിയച്ചാന്ന് പറഞ്ഞൊരു കൊച്ചു പ്രാർത്ഥിക്കാൻ വന്നേക്ക്. അവൻ സങ്കടപ്പെട്ടാ വന്നത്. നീറ്റ് എക്സാം നിർത്തലാക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അവൻ വന്നത്. ഞാൻ പറഞ്ഞാൽ നീ എഴുതിയെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കോളേജിൽ നിനക്ക് അഡ്മിഷൻ തരാൻ പോവാം. എളിമപ്പെട്ടി കൊച്ചു വന്ന് നിൽക്കുക. നിങ്ങൾ നീറ്റിന് 700 ഉണ്ടെങ്കിൽ അവനൊരു ബുദ്ധിരാക്ഷസനായിരിക്കണം. അത് പഠിച്ചത് മുഴുവൻ ഇങ്ങനെ എഴുതിയാന്ന് അവനങ്ങനെ 700 കിട്ടണേ. 720 കിട്ടുമെന്ന് ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നത് കിട്ടുന്നത് 20 പോയുള്ളൂ. ഒരെണ്ണം തെറ്റിയാൽ എനിക്കൊന്ന് 2 മാർക്ക് 3 മാർക്ക് പോകും. ഹല്ലേലൂയ. ആ ചോദ്യപേപ്പറിൽ 5 തെറ്റേ ഇവനുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവം നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്. കർത്താവേ, ദൈവം നമ്മളെ ആദരിക്കുന്നുണ്ട്. ഇതൊരു മകളൊക്കെ വന്ന് നല്ല മനോഹര സാക്ഷ്യങ്ങളാണ് ഇന്ന് കിടക്കുന്നത് കേട്ടോ. നല്ല സാക്ഷ്യം കിടപ്പുണ്ട്. മകള് പറയുന്നുണ്ട്, അവൾ പരീക്ഷയ്ക്ക് പോയിരുന്നതും ഇൻ്റർവ്യൂവിന് പോയിരുന്നപ്പോഴൊക്കെ ദൈവത്തെ വിളിച്ചിറക്കി അവളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്ന കാര്യം. നിന്റെ പ്രാർത്ഥനയെ ദൈവം മാനിക്കും. ഒരു കുടുംബം പറയുന്നുണ്ടായിരുന്നു, ആരുടെയൊക്കെ ചോദിച്ചു, മക്കൾ പോലും നിങ്ങളെന്തിനാ എന്നും ഈ പുണ്യാളൻ്റെ പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പം കാലത്ത് പോയിട്ട് പാതിരായ്ക്കാണല്ലോ, എന്ത് കിട്ടിയെന്ന് പറയാൻ സമയമായിട്ടില്ല. നിന്നെ വിസ്മയപ്പെടുത്തുന്ന, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കിട്ടല് നിനക്ക് കിട്ടാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തി. നത്തിങ് എൽസ് ആൻഡ് നോബഡി എൽസ് ഈസ് മൈ പവർ. കഴിച്ച ഭക്ഷണത്തിൻ്റെ ബലമാണോ ഇത്? അല്ലെങ്കിൽ ഇരുന്ന് കിട്ടിയത് തന്നെ ഒന്നുമല്ല, മോളിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മോൻ്റെ സാക്ഷ്യമുണ്ട്. അവന് 38 വയസ്സായി, കല്യാണം നടക്കാതിരിക്കായിരുന്നു. പരിശുദ്ധാത്മാവനെ വെളിപ്പെടുത്തി, ഈ തവണ നീ വിദേശത്തേക്ക്, മൗറീഷ്യസിൽ അവൻ ജോലി ചെയ്യുന്നത്, മൗറീഷ്യസിലേക്ക് നീ മടങ്ങി പോകുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടക്കും. 16-ാം തീയതി, ജൂൺ 16-ാം തീയതി അവന് തിരിച്ചു പോകേണ്ടതാണ്. ജൂൺ 14-ാം തീയതി അവനൊരു കല്യാണം വരുന്നു. ജൂൺ 26-ാം തീയതി അവൻ്റെ കല്യാണം നടത്തി. ഇന്ന് ആൾക്കാരെ വന്ന മക്കൾ സാക്ഷ്യപ്പെടുത്തുക. 38 വയസ്സായവന് കല്യാണ തടസ്സമാണ്. എനിക്ക് അവൾക്ക് പ്രായം കുറവാണ്. അവളും പറഞ്ഞു 3 കൊല്ലം അവിടെ 28 വയസ്സോ 29 വയസ്സേ അവൾക്കുള്ളൂ. എനിക്കും വിവാഹ തടസ്സമായിരുന്നു. എന്നിട്ട് അവളൊരു രഹസ്യം കൂടെ പറഞ്ഞു. ഞങ്ങളുടെ വീടിനടുത്ത്, അവൾ ഹൈ റേഞ്ചിലൊക്കെ ഇവിടെ ഉള്ളതാണ്, ഞങ്ങളുടെ വീടിനടുത്ത് അന്തോണിസ് പുണ്യാളൻ്റെ ഒരു പള്ളിയുണ്ട്. എൻ്റെ അമ്മ അവിടെ പോയി സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. അവളും വിദേശത്ത് സൗദി അറേബ്യയിലും മറ്റും അവൾ ജോലി ചെയ്യുന്നത്. അവളും അവധിക്ക് വന്നതാണ്. ഈ അവധിക്ക് നിന്റെ കല്യാണം നടക്കുമെന്ന് അവിടുത്തെ അച്ഛനും പറഞ്ഞെന്ന് അവള് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായാലും 20-ാം തീയതി ദൈവം നമ്മളെ, അതിൻ്റെ പ്രാർത്ഥന നീ നാണം കെടാൻ ദൈവം വിട്ടുകൊടുക്കില്ല മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും, ഹല്ലേലൂയ, രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. ഏറ്റില്ലല്ലേ വചനം പറഞ്ഞിട്ട്? അങ്ങനെ ഹൃദയം അടച്ചു വെച്ചിരുന്ന ഏക്കത്തിൽ ഈ വചനമൊക്കെ
വെറും ദാസനായ നിന്റെ മുമ്പിലെ രാജാക്കന്മാര് എഴുന്നേറ്റ് നിൽക്കുകയും പ്രഭുക്കന്മാർ സാഷ്ടാംഗ പ്രണമിക്കുകയും ചെയ്യുന്ന ഒരു അഭിഷേകത്തിലേക്ക് നിന്നെ നയിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഒച്ചത്തിലൊന്ന് വിളിച്ച മക്കളെ ഹല്ലേലൂയാന്ന്. ഹല്ലേലൂയാ പറയുക. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും. ഒരു മിഷനുണ്ട് മക്കളെ. നമുക്കെല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. ഒരു പുരോഹിതനുണ്ട്, ഒരു സിസ്റ്ററിനുണ്ട്, ഒരു കുടുംബനാഥനുണ്ട്, കുടുംബനാഥയ്ക്കുണ്ട്, അധ്യാപകനുണ്ട്, ഡോക്ടറിനുണ്ട്. ഇന്ന് ഉച്ചക്കത്തെ ശുശ്രൂഷയ്ക്ക് ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങളിരിക്കുന്ന കസേരയിൽ ഇരുന്നിട്ട് പോയി. കൺമേനുള്ള ആളാ. ടാക്സി പിടിച്ചങ്ങണ്ട വന്നേ. കാരണം ഇയാൾ ചീഫ് ജസ്റ്റിസ് ആണെന്ന് അറിയാൻ പാടില്ലല്ലോ. അവസാനം വന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയി. നോക്കണേ, ദൈവത്തിൻ്റെ കരുണ നോക്കണേ. രാജാക്കന്മാർ നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ മൊബൈൽ കോർട്ടുകാരൻ എന്നെ പിടിച്ചതാണ്. ഒരു സിസ്റ്ററിൻ്റെ ആങ്ങളെ ആക്സിഡൻറ്റ് മരിച്ചു. ചെറുപ്രായത്തിലാണ്. ലൈസൻസ് എടുത്തിട്ടില്ലായിരുന്നു. പോലീസുകാരല്ലേ, വിടുവോ? സാറന്മാരിപ്പുണ്ടാവും, വിടുവോ? ഞങ്ങൾ ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അവനൊന്നും നോക്കിയിട്ടൊന്നും പിടിക്കാൻ കിട്ടും. അവസാനം ലൈസൻസ് കിട്ടിയെന്ന്. കുർബാനം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്ന എൻ്റെ പോക്കറ്റിൽ ഇവിടെ ലൈസൻസ് കിടക്കുന്നത്. കോർട്ടിക്ക് തന്നെ നിർത്തി. വണ്ടിക്കകത്ത് കോർട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, മൊബൈൽ കോർട്ട് കയറി. സാറെന്നൊക്കെ പറഞ്ഞ്, അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 2 മിനിറ്റിന് മിണ്ടാതെന്ന് വെച്ച് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊണ്ടത് ഫൈൻ അടച്ചേക്കാൻ പറഞ്ഞു. പുള്ളിയുടെ ഹെഡ് ഇന്ന് വന്ന് കയ്യും കുപ്പി മുമ്പിൽ നിൽക്കുക. മനസ്സിലാവുക? വചനം വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. രാജാക്കന്മാർ നിന്റെ മുമ്പിൽ. എൻ്റെ കാര്യമല്ല, നിങ്ങളുടെ കാര്യമോ പറയണേ. കഴിഞ്ഞ ദിവസം വേഗാനാണ്ട് പറയുന്നത് കേട്ട്, എന്തോ കാര്യത്തിന് വേണ്ടി പേടിച്ച് വിറച്ച് ചെന്നതാ. അല്ല, ഇപ്പം എന്ത് സാക്ഷ്യം പറഞ്ഞാന്ന് തോന്നുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും എല്ലാം രാവിലെ വിമലഗിരി സാക്ഷ്യം പറഞ്ഞ ഒരു മകൻ ഇതുപോലെ തന്നെ എന്തിൻ്റെ ഒരു സാങ്ഷന് വേണ്ടി ചെന്ന അത് എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. വെളിയിൽ നിന്ന് പുണ്യാളിനെ വിളിച്ച് നൊവേനയും ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അകത്തോട്ട് കയറിയപ്പം ഒരു കാരണവശാലും കിട്ടത്തില്ല. ദൈവമക്കളെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. തിരുവചനം പറയുകയാണ്, ഇതാ യാക്കോബിൻ്റെ ഗോത്രങ്ങൾ നിങ്ങളെ കൊണ്ട് ഉയർത്താൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ദേശത്തെ ഉയർത്താൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെ ഉയർത്താൻ നിങ്ങൾക്ക് പറ്റും. യാക്കോബിന്റെ ഗോത്രങ്ങൾ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും മടുത്തുപോയവരും തളർന്നു പോയവരും വീണുപോയവരെ പിടിച്ചുയർത്താനുള്ള ദൈവശക്തി കർത്താവ് തന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കള് സാക്ഷ്യം പറയും. വിഷമിച്ചത് അമ്മ പറഞ്ഞു, കൊച്ചേ നീ വിഷമിക്കണ്ട. ഇന്നും വന്നായിരുന്നൊരു കുടുംബം, ഹൈന്ദവ കുടുംബം. അമ്മയും മോനും കൂടെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേരുന്ന് അവർ കൊന്ത ചൊല്ലുവെന്നും കരടക്കൊന്ത ചൊല്ലുവെന്നും നൊവേന ചൊല്ലുമെന്നൊക്കെ പറഞ്ഞപ്പം ഇവിടെ നിന്ന് ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഞെട്ടിപ്പോയി. ഇവിടെ നിന്ന് അച്ഛൻ എന്തായാലും ഞെട്ടി. ഓക്കെ മക്കളെ, ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്ന കൃപയെ ദൈവം കൊണ്ട് അവർ പ്രവചിച്ച് പ്രാർത്ഥിക്കുക. ഈ സ്ത്രീ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേലിൽ അവശേഷിച്ച് ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് നിനക്ക് ഞാൻ ഉത്തരമരുളി. ഗോഡ്സ് ഫേവർ, എ ഡേ ഓഫ് ഗോഡ്സ് ഫേവർ. ഇന്ന് വചനത്തിൽ വായിച്ചില്ലേ, കർത്താവിൻ്റെ സന്ദർശനത്തിൻ്റെ ദിവസം. അതിൻ്റെ പേര് ദൈവത്തിൻ്റെ പ്രസാദകാലം. വിശ്വസിച്ചോ മക്കളെ, വിശ്വസിച്ചോ. റീസണിങ്, ഫെയ്ത്ത് അഗെയിൻസ്റ്റ് ഫെയ്ത്ത്, ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ്. പ്രതീക്ഷിക്കാൻ വകയില്ലാത്തവ പ്രതീക്ഷിക്കുന്നത്, വിശ്വസിക്കാൻ സാധിക്കാത്തവ വിശ്വസിക്കുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷയുടെ ദിവസത്തെ, ഡേ ഓഫ് സാൽവേഷൻ ഫോർ യു. ഈ വചനം കേട്ടുകൊണ്ട് ഇത് മകനോ മകളോ ആരും ആയിക്കൊള്ളട്ടെ, നീ ഏതവസ്ഥ ദൈവത്തിൻ്റെ കൈ നിന്റെ നേരെ നീട്ടുന്ന ഒരു ദിവസം വരിക. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഹല്ലേലൂയ. രാജ്യം സ്ഥാപിക്കാൻ, ലോകത്തിന്റെ രാജ്യം മാറ്റിയിട്ട് ദൈവത്തിന്റെ രാജ്യം, മരണത്തിന്റെ രാജ്യം മാറ്റിയിട്ട് ജീവന്റെ രാജ്യം, തകർച്ചയുടെ രാജ്യം മാറ്റിയിട്ട് ഉയർച്ചയുടെ രാജ്യം, ദുരന്തത്തിന്റെ രാജ്യം മാറ്റിയിട്ട് അനുഗ്രഹത്തിന്റെ രാജ്യം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. That's a shift. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവന്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജദിബ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജദിബ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശൂന്യമായ അവകാശ ഭൂമി, നല്ല സ്ഥലം വാങ്ങിച്ച് പൊന്നുതമ്പനായിട്ട് എന്നിട്ട് പുറമ്പോക്കി കിടക്കുക. അച്ഛൻ കൃപയും അഭിഷേകവും നിറഞ്ഞ ഒരു ഭൂമി അച്ഛന് വേണ്ടി വാങ്ങിച്ചിട്ടിരിക്കുക. സിസ്റ്ററിന് വേണ്ടിയിട്ട് നല്ല അഭിഷേകവും കൃപയും വിശുദ്ധിയും നിറഞ്ഞൊരു സ്ഥലം വാങ്ങിച്ചിട്ട് സിസ്റ്റർ പുറമ്പോക്കില താമസം, അച്ഛൻ പുറമ്പോക്കില താമസം. ഒരു ദൈവ പൈതല് അനുഗ്രഹമുള്ള കൃപയുള്ള ഒരിടം നിനക്ക് വേണ്ടി വാങ്ങിച്ചിട്ടിട്ട് നീ പുറമ്പോക്കി താമസിക്കുക. ശൂന്യമായ അവകാശ ഭൂമി, നീ കേറി താമസിക്കാത്ത ഇടത്തില് നിനക്ക് വേണ്ടി ഭവനം പണിത് നിന്നെ താമസിപ്പിക്കുന്ന ഒരു കർത്താവ്. ഒച്ചത്തെ വിളിക്കുക, യേശുവേ. നോക്കിയേ, എന്ത് വചനായി പറഞ്ഞുകൊണ്ടിരിക്കണേ. ശൂന്യമായ അവകാശം പോയി മര്യാദയ്ക്ക് വീടും വെച്ച് കിടക്കണം. അതിൻ്റെ അകത്ത് പുറമ്പോക്കി പോയിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുക, ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച്, ഐ ഹാവ് പ്രൊട്ടക്റ്റഡ് യു. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമൊക്കെ ഉണ്ട് മക്കളെ. നിങ്ങൾ മഴയൊക്കെ ശ്രദ്ധിച്ചില്ലേ? 3 ദിവസം പെരുമഴ പെയ്ച്ചിട്ട് 4-5 ദിവസം സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീട്ടിൽ കിടന്നുള്ളതാ പറയണേ. വീട്ടിൽ കിടന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്നാ പറയുന്നത്, ക്യാമ്പുകളിൽ പോയി കിടക്കണം. ക്യാമ്പിലൊന്നും കിടന്ന് നീ എൻ്റെ കട്ടിലെ കിടന്ന് വാങ്ങിക്കോ. 3 ദിവസം പെരുമഴ പെയ്ച്ചിട്ട് 2 ദിവസം സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവത്തെ എന്തെങ്കിലും സൂചിച്ചു നിങ്ങളുണ്ട്? ഇന്നത്തെ ദിവസം മഴ പെയ്തോ? ദൈവമക്കൾ ഇന്ന് ആദ്യ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ആരാധികളെ സ്തുതിക്കണം. ഇന്നലെ വൈകുന്നേരം കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ച കർത്താവേ, അനുകൂലമായ കാലാവസ്ഥ നാളത്തെ ദിവസം തരണം. ഞങ്ങൾക്കൊന്നും ഇല്ലായിരിക്കുമല്ലോ, എനിക്കുണ്ട്. ആ കുർബാനയുടെ മുമ്പിൽ നിലവിളിച്ച മക്കളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നിങ്ങളോടത് പറയാതിരുന്ന അത് നന്ദികേടാ. കൊട പിടിച്ചേക്ക് കർത്താവ്. ഇനി മഴ പെയ്താലും കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം വരണ്ട 1000കണക്കിന് 10000കണക്കിന് മക്കൾ ഇന്ന് വന്ന് കൂടി. ഹല്ലേലൂയ. 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 മഴ പെയ്താൽ പകുതി പങ്ക് വരാൻ പറ്റുമോ? മഴയുള്ള ദിവസങ്ങളിൽ ആൾ പറയും. ഓക്കെ, ദൈവം കൊട പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ പരിഗണനയും നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നിന്നെ കാണുന്നവർ പറയും, അവനെ അനുഗ്രഹിച്ചെങ്കിൽ എന്നെയും അനുഗ്രഹിക്കും. നീ ഒരു സ്റ്റാൻഡേർഡായിട്ട് മാറാൻ പോവുക. അവനെ അനുഗ്രഹിച്ചെങ്കിൽ ഇന്നൊരു മകൾ സാക്ഷ്യം പറയുന്നത് കേട്ടു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്കും അതുപോലെ കിട്ടുമെന്ന് പറഞ്ഞു തീർന്നില്ല. അതുപോലെ തന്നെ എന്തോ ഒരു പ്രത്യേകതരം വീസയുടെ കാര്യമൊക്കെ പറഞ്ഞത്. സെയിം വീസ വിമലീരിലാന്ന് തോന്നുന്നല്ലേ സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടു. ഒരു മകള് പൊട്ട സാക്ഷ്യമാണ്. വണ്ടി വാങ്ങിക്കുമ്പോൾ വണ്ടിക്ക് പുണ്യാളച്ചൻ നമ്പർ വേണം. പുണ്യാളച്ചൻ നമ്പർ എത്രയാ പറയുന്നില്ല. ഇനിയിപ്പോൾ ആ നമ്പരുമായിട്ട് നടക്കേണ്ട കാര്യമില്ല. അവരൊരു നമ്പർ പറയും. പുണ്യാളച്ചൻ ജനിച്ച ദിവസം ഡേറ്റ് വേണം എനിക്ക് എൻ്റെ വണ്ടിക്ക്. പാവപ്പെട്ട ഓട്ടോറിക്ഷയുടെ നമ്പറിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ. അവർക്ക് കോൺഗ്രസ്സാക്കാരൊന്നും വാങ്ങിക്കാൻ കാശില്ലെന്നേ. ലോൺ എടുത്തൊരു ഓട്ടോ വാങ്ങിക്കുമ്പോൾ ആ ഓട്ടോയുടെ നമ്പർ അത് പുണ്യാളൻ്റെ ജനനത്തീയതിയാണെന്നൊക്കെ ആഗ്രഹിക്കുന്ന പൊട്ട വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം കൊടുത്തു മക്കളെ ആ ഡേറ്റ്. എല്ലാം കാശുകാരിയിരിക്കുന്നുണ്ട്, കൈയടിക്കാൻ തോന്നുന്നില്ല. നല്ല കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹൃദയത്തിൻ്റെ എളിയ അഭിലാഷം പോലെ സാധിച്ചു തരുന്നൊരു കർത്താവുണ്ട്. താമസിക്കുന്നെന്ന് പറഞ്ഞൊന്നും ആരും വിഷമിക്കണം. വൈ ഡിലേ? ബിക്കോസ് യു ഹാവ് ടു ബിലീവ് മോർ. താമസം എന്തിനാണെന്നറിയോ? കുറച്ചും കൂടെ ദൈവാനുഭവം തരാനാ, കുറച്ചും കൂടെ ആഴമേറിയ ദൈവാനുഭവം തരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബന്ധിതരെ പുറത്തു കൊണ്ടുവരും. പലതരത്തിലുള്ള സാമ്പത്തിക കെട്ടോ എന്ത് കെട്ടോ ആയിക്കൊള്ളട്ടെ. വീണ്ടും വീണ്ടും അന്ധകാരത്തിലുള്ളവര് നിരാശയാ, ദുഃഖവാ, ജീവിതം മടുത്തു. എന്നൊരു ചേച്ചി സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. വീട് 10 ലക്ഷം രൂപ ലോൺ എടുത്തത് 50 ലക്ഷം രൂപയുടെ ബാധ്യതയായി മാറിയപ്പോൾ ചേട്ടായി പറഞ്ഞു, നല്ല കള്ളും കുടി ചേച്ചി വന്നിട്ട് ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദ്രാവകം കുടിച്ചു വന്ന് ഇയാൾ വന്നിട്ട് പറഞ്ഞ് നമുക്കങ്ങ് ചത്ത് കളഞ്ഞേക്കാം. ചേച്ചി പറഞ്ഞു എനിക്ക് ചാകാൻ പേടിയാ, 2 പിള്ളേരെയും കൊന്നിട്ട് ചത്ത് കളയാന്ന്.
ഇതുപോലെ ഇരുട്ടിലേക്കുന്ന എത്രയോ മക്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് കർത്താവ് നിനക്ക് നിയോഗം തന്നിരിക്കുന്നത്. ഇതുപോലെ മരണത്തിൽ ഇരുട്ടിൽ നിൽക്കുന്നവർക്ക്, നിഴലിൽ നിൽക്കുന്നവർക്ക് ജീവന്റെ പ്രകാശത്തിലേക്ക് ഇതാ കർത്താവ് കൊണ്ടുവരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കാൻ ഒന്നും എടുത്തിട്ടില്ലെന്നേ, പക്ഷേ അതാ വഴിയിൽ നല്ല മട്ടൻ ബിരിയാണി എടുത്ത് വിളമ്പിച്ചിരിക്കുക. കഴിച്ചു പൊക്കോ. ഒരു ബ്രെഡ് വാങ്ങിക്കാൻ കാശില്ലാത്തവൻ്റെ കയ്യിലാണ് കർത്താവ് വെച്ച് കൊടുക്കുന്നത്. ഒരു കുപ്പി പച്ചവെള്ളം വാങ്ങിക്കാൻ കാശില്ലാത്തവൻ്റെ കയ്യിലാണ് കർത്താവ് നല്ല ഓറഞ്ച് ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക. ആരോട് പറയാനാണോ? കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കും മക്കളെ. യാത്രയിൽ അവർക്ക് ഭക്ഷണം ഇച്ചിരി കേൾക്കണോ? ഏലിയാ പ്രവാചകന്റെ യാത്രയിൽ അവൻ കൊടുത്ത ഭക്ഷണം പിന്നീട് ബൈബിൾ പണ്ഡിതന്മാര് പറയും അത് കൃപാനയായി മാറിയെന്ന്. നിന്റെ ജീവിതത്തിൽ തളർന്നു പോകാത്തൊരപ്പ അത് കൃപാനയാണ്. ദൈവമക്കൾ എഴുന്നേറ്റ് അവന്റെ ശരീരവും രക്തവും അവൻ വീതിച്ച് വിളമ്പി തരുമ്പോ നീ വഴിയാത്രയിൽ തളർന്നു പോകാതിരിക്കുക. ക്രിസ്തു തന്നെ നിനക്ക് അപ്പമായി മാറുന്നു. ഇരുകരങ്ങളിൽ വിളിച്ച് ഈശോയേ, അവന്റെ ശരീരവും രക്തവും ഭക്ഷിച്ചവന് അവൻ ബഹുമാനിക്കുന്നു. രാജാക്കന്മാർ കൈകൂപ്പി നിൽക്കും, പ്രഭുക്കന്മാർ സാക്ഷാംഗം വീഴും. അത്ഭുത ശക്തി പ്രസരിക്കട്ടെ, അത്ഭുത കൃപ കഴിയട്ടെ, അത്ഭുത സൗഖ്യമുണ്ടാവട്ടെ, അത്ഭുത വിടുതലുണ്ടാവട്ടെ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ